ജർമ്മനി ബോർഡറിലേക്ക് കയറുകയാണ്. ചെക്കിന്ന് വന്ന് കയറുന്ന ഒരു ബോർഡറായത്. ശനിയാഴ്ചയാണ്, വലിയ തിരക്കില്ലാത്ത ഒരു വണ്ടി ചെക്ക് ചെയ്യും, അതാ ബ്ലോക്ക്. ജർമ്മനി കയറുമ്പോൾ എപ്പോഴും എല്ലാ എൻട്രൻസിലും ചെക്കിങ് ഉണ്ട്. എക്സിറ്റ് വലിയ പ്രശ്നമില്ലെങ്കിലും എൻട്രൻസ് എല്ലാം തോക്കുമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഇതുവരെ പോയിരിക്കുന്ന എല്ലാ ചെറിയ ചെക്ക് പോസ്റ്റ് പോലത്തേതാണെങ്കിലും ചെറുതാണെങ്കിലും അവിടെ എല്ലായിടത്തും ഒരു 3-4 പോലീസുകാരാണ്. ഈ ബസ്സൊക്കെ വരുമ്പോൾ അവർ കൂടുതലും മറ്റേ ഫ്ലെക്സി ബസ് ഉണ്ട്, ഈ ഇൻ്റർനാഷണൽ ഓടുന്നത്. അതൊക്കെ വരുമ്പോൾ എല്ലാം നിർത്തി നോക്കിച്ചിട്ടാണ്. വണ്ടിക്കാരൻ എന്നാ പോകാത്തത്? നാൽപ്പതായി, 20ആയി, 10ആയി പറഞ്ഞു വരും. In 400 meters, merge onto A17. ദൈവമേ, ഒരു കളർ സാധനം പിടിച്ചോണ്ട് വെക്കും. എന്തെങ്കിലും അവരവിടുന്ന് അവർക്ക് മിസ്റ്റേക്ക് തോന്നിയ ദണ്ടി കിടക്കുന്ന പോലീസുകാരോട് വിളിച്ചു പറയും. അവർ നമ്മളെ ഫോളോ ചെയ്ത് വന്ന് പിടിക്കും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ ഉള്ളൂ. അതുപോലെ നമ്മളെപ്പോലെ നമ്മുടെ വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയ ചെറിയ ഫൈനൊക്കെ തന്നിട്ട് വിടും. എന്നാലും നമ്മുടെ നാട്ടിലെ പോലെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. നമ്മളൊരുമാതിരി പട്ടിയുടെ വില തരുന്ന പോലീസുകാരുടെ ചെക്കിങ് ഒക്കെ അങ്ങനെയല്ലേ. നമ്മളെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആദ്യമേ തന്നെ നമ്മളെ കൊലപാതകിയെ പോലെയാണ് പിന്നെ ഡീൽ ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ ടിപ്പർ ഓടിച്ചുകൊണ്ടിരുന്നതാണ്. ടിപ്പർ ഓടിച്ച് പോലീസുകാർ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാരുടെ വിചാരം ഒന്നും പറയണ്ട, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വൈനടയ്ക്കുന്ന ഫോട്ടോ പിന്നെ ഒരുമാതിരി പട്ടീനെ പോലെയാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയല്ലേ ഇതും തള്ളിക്കൊണ്ട് നടക്കുന്നത്. ഓവർലോഡ് സംഭവം ശരിയാണ്. ഓവർലോഡ് കയറ്റാതിരിക്കാണ്ടുള്ള ഓപ്ഷൻ എന്തും വേണ്ടതുണ്ട്. വണ്ടിയെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അത് കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർലോഡ് കയറ്റണ്ട. അതൊന്നും ചെയ്യത്തില്ല. ഓവർലോഡ് കയറ്റിക്കൊണ്ട് വരുന്ന വണ്ടി ഇവർക്ക് ടാർജറ്റ് ഒക്കുന്നില്ലാത്തപ്പം പിടിക്കും. നമ്മുടെ കഷ്ടകാല സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി